ഹലോ ഗെയ്സ്, അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി നാണമില്ലാതെ പിന്നെയും കയറി വന്നിട്ടുണ്ട്. ഇവനൊക്കെ ലേശം ഉളുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ വലിയ ഷോയും കാണിച്ച് ഇറങ്ങിപ്പോയതാ. ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാശിക്ക് അങ്ങ് ഇറങ്ങിപ്പോയതാ. എന്നിട്ട് ഇപ്പൊ നാണമില്ലാതെ കൺഫെക്ഷൻ റൂമിൽ വന്നിരുന്നിട്ട് ഒരു നാടകം. ഞാൻ ചെയ്തത് തെറ്റായി പോയി, എന്നെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജനങ്ങളാണ് ഇവിടെ നിർത്തിയത്, അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയത് തെറ്റായി പോയെന്ന് പറഞ്ഞിട്ട് നാണമില്ലാതെ വന്നിരുന്ന് മെഴുകിയിട്ട് ഒരു ഉളുപ്പും വന്ന് അങ്ങ് കേറിയിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ബിഗ് ബോസ് എവിക്റ്റ് ആക്കിയതോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഇവന്റെ തന്നെ ഇഷ്ടത്തിന് എവിക്റ്റ് ആകുന്നു അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയിട്ട് ഇപ്പൊ നാണമില്ലാതെ ഇവനെ കയറ്റിയിരിക്കുന്നു. എനിക്ക് പറയാനുള്ള ബിഗ് ബോസ് ഇവനെ പോലുള്ളവരെ എന്തിന് ഇനിയും അതിനകത്തേക്ക് കയറ്റി? കാരണം അവനൊക്കെ അവിടെ നിന്നുകൊണ്ട് എന്താ പ്രയോജനം? കുറച്ച് പട്ടിഷോ കിടന്ന് കാണിക്കുന്നു, എന്തുവാണ് ഒരുമാതിരി പരിപാടി അവിടെ കിടന്ന് കാണിക്കുന്നു. എന്നിട്ട് പട്ടിഷോയും അഹങ്കാരവും കാണിച്ച് അവൻ ഇറങ്ങി പോയതും പോരാഞ്ഞിട്ട് നാണമില്ലാതെ ഇപ്പൊ കേറി വന്നിരിക്കുന്നു. അയ്യയ്യേ, ഇവനൊക്കെ ലേശം ഉളുപ്പുണ്ടോ? ഇവൻ സത്യം പറഞ്ഞാൽ നട്ടലുള്ള ഒരാണാണെങ്കിൽ ഇവൻ ഇറങ്ങി ഓടിയിട്ട് പിന്നെ എന്തിന് ഇവൻ വന്നു? ഇവൻ ന്യായമായിട്ടുള്ള ചോദ്യം. സത്യം പറഞ്ഞാൽ ഇവനെ എനിക്കും ഇഷ്ടമൊക്കെയാണ്, കാരണം പുള്ളി എപ്പോഴും നല്ല ഫണ്ണി ആയിട്ട് തമാശയൊക്കെ പറഞ്ഞു ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. അവിടെ കുറച്ചെങ്കിലും ഒരു കോമഡി അല്ലെങ്കിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരാൾ നെവിൻ ആയിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് പുള്ളിയുടെ പ്രവൃത്തി കുറച്ചൊരു അഹങ്കാരമായിരുന്നു. അതൊക്കെ പോട്ടെ, സ്വയമായിട്ട് ഞാൻ പോകുന്നു, എനിക്ക് ഷോയിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയിട്ട് എന്നിട്ട് ഇപ്പൊ നാണമില്ലാതെ പിന്നെയും വന്ന് കേറിയിരിക്കുന്നു. അയ്യയ്യയ്യേ, കഷ്ടം.